Good morning. Good morning. Okay. Fourth module എങ്ങനെയുണ്ട്? ബോറടിച്ചു തുടങ്ങിയാ നിങ്ങൾക്ക്? ബോറടിയാണോ ഫോർത്ത് മൊഡ്യൂള്? കുറച്ചല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഫെമിന? ഓക്കെ, മിസ് ഇന്നലെ പറഞ്ഞു നമ്മള് ഫോർത്ത് മൊഡ്യൂളിലെ 8th ചാപ്റ്റർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്നാണ് അതിന്റെ ചാപ്റ്ററിന്റെ പേര്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയാം. നാളെ ക്ലാസ് ഉള്ള വിവരം അറിയില്ല എല്ലാവരും. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, 65 ആണ് പേജ് നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. Hospital information systems provide a general source of information about the patient's health history and the doctor's schedule timing. The system must keep data in a secure place and control who can get the data in certain situations. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ഈ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ചുരുക്കരൂപം ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് HIS എന്ന്. അപ്പോ എന്താണ് HIS എന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നത് ഒരു ജനറൽ സോഴ്സ് ആണ്. ഓക്കെ, ജനറൽ സോഴ്സ് ആണ്. ഹോസ്പിറ്റലുകളിൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്താ ഈ HIS അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ സിസ്റ്റം വഴിയാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലെ, പല ഹോസ്പിറ്റലുകളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അങ്ങനെ പല രീതിയിലുള്ള ഹോസ്പിറ്റലുകള്, പലതും ചെറുതുമായിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ എന്താണ് നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ പോലും ഉണ്ടാവില്ല കമ്പ്യൂട്ടർ സംവിധാനം ഇല്ലാത്തത് അല്ലെ. ടെക്നോളജി ഒക്കെ എന്താണ് എക്സ്പാൻഡ് ചെയ്ത് എൻഹാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഹോസ്പിറ്റലുകളിലെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെ അവര് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലും അവർക്ക് പല അഡ്വാൻറ്റേജസും ഇങ്ങനെയുള്ള സിസ്റ്റം വഴി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോ അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ്സുകൾ, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടായാലും എന്താണ് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഹോസ്പിറ്റലുകളിൽ സൂക്ഷിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് തോന്നി എന്തെങ്കിലുമൊക്കെ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് അവൈലബിൾ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ, കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ അതിന്റെ UHID അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം HISന്റെ മറ്റൊരു പേരാണ്. HIS is also known as എന്ന് പറഞ്ഞാലും എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. അപ്പൊ ഹോസ്പിറ്റലിലേതായിട്ടുള്ള എല്ലാ മേഖലകളിലും ക്ലിനിക്കൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ലബോറട്ടറി ആയിക്കോട്ടെ, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെയുള്ള എല്ലാ ഏരിയാസിലും അതിന്റെ ഡാറ്റാസുകൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അതായത് HISലൂടെയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. With the help of a hospital management information system, healthcare providers can contribute more, providing quality healthcare to the patients. ഇതുവഴി എന്താണ് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Hospital information system help healthcare providers
in designing their operations, including managing patient health records. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ EMR അല്ലെങ്കിൽ EHR. EMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. അതുപോലെ EHR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഡിജിറ്റൽ റെക്കോർഡ്സ് ആയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും ഉണ്ട്. ഇത് രണ്ടും എന്താണ്? ഡിജിറ്റൽ റെക്കോർഡാണ്. പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിനെ പറയുന്ന പേരാണ് കേട്ടോ ഇങ്ങനെ റെക്കോർഡുകൾ. ഓക്കെ, EMR ഉണ്ട്, EHR ഉണ്ട്. Appointments, billing, diagnostics and more. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, അപ്പോയിന്റ്മെന്റ് ആവാം, ബില്ലിംഗ് ആവാം, ഡയഗ്നോസ്റ്റിക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെയാണ്. The major role of HIMS is to record information on health event and verify the quality of services at a different level of healthcare. The importance of patient evaluation is a part of a concept of giving importance to patients' review in developing the quality of health services. അതുപോലെ തന്നെ പേഷ്യൻസിന് പല ഇവന്റ്സുകൾ ഉണ്ടാവാറുണ്ട്. ഇവന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഇവന്റ് റിപ്പോർട്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇവന്റ്സുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വ്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ എന്താണ് hospital information system benefits including improving patient satisfaction through improved communication, greater provider sensitivity towards the patient, improved community awareness about the quality of services and overall better use of services in the health system. അപ്പോ എന്താണ് ഈ HIS അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കുറെ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ, അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഈ ഓൺലൈൻ സിസ്റ്റത്തിലൂടെയാണ് പല കാര്യങ്ങളും പേഷ്യൻസ് ആയാലും ചെയ്യുന്നത്. പേയ്മെന്റ് അടയ്ക്കുന്നതായാലും ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നതായാലും ഇപ്പൊ അവർക്ക് എന്തെങ്കിലും എന്താ പറയാ ഈ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റില്ല, ഡോക്ടറെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനായിട്ടും പിന്നീട് വേറെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നതിനായിട്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ്. അവർക്ക് എപ്പോ വേണമെങ്കിലും ഡോക്ടറെ കാണാം, ഏത് ടൈം, ഏത് ഡേ, ഏത് വീക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കാത്തിരിക്കുക അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ വഴി എന്താണ് ഫോൺ പേ അങ്ങനെയുള്ള പേയ്മെന്റുകൾ വഴി നമ്മുടെ ഓൺലൈനിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിലൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിലേ ആവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെരി ബെനിഫിറ്റ് ആണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ബെനിഫിറ്റ് അഡ്വാൻറ്റേജസ് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Health care management software is a digitized system that helps in controlling the health information of the patients in a health care quality. അതുപോലെ തന്നെ ഒരു എന്താണ് ഈ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൈസ്ഡ് സിസ്റ്റം അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇൻഫർമേഷനെ, പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ചിത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഐഡന്റിഫൈ ചെയ്താൽ മതി. ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, പിന്നെ എവിടേക്കൊക്കെയാണ് പോകുന്നത്, എക്സിറ്റ് ആയി പോകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കി ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ആര് വായിക്കും? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ആരെങ്കിലും ഒരാൾ വായിച്ചേ. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിക്കൂ. ഞാൻ പേര് വിളിക്കണം ഇനി വായിക്കാനായിട്ട്. ജസ്മിൻ ഒന്ന് വായിച്ചേ, ആ പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അനക്ക Miss, വായിച്ചോളൂ. appointment management. Managing appointments manually is not only monotonous but also increase the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule, alter, or cancel appointments online. A hospital management system enables us to add a scheduling options to the hospital's website so that patients can easily schedule an appointment. Once the patient has reserved an appointment, the hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also update the available slot in real time to avoid any perplexity at the hospital. The next step in an appointment booking is to gather medical documents and HMS with a patient portal is used to collect the documents and share the patient history with the doctors well in advance. If the patient requests help at its or her house, the system will verify doctor's availability for the remote visit and assign accordingly. In this way, patients can create an easy and error-free process by digitalizing and appointment reserving process. ഓക്കെ, Okay. എന്തെങ്കിലും മനസ്സിലായോ അങ്ങനെ വായിച്ചപ്പോ?
എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ഓക്കെ, ജസ്റ്റ് ചുരുക്കി പറഞ്ഞുതരാം. എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മൊഡ്യൂള്? നമ്മള് ഓരോ മൊഡ്യൂൾസ് ആണ് HIS ഉള്ളത്. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾസ് ഉണ്ട്, ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂള്, ഓരോ മൊഡ്യൂൾസുകളാണുള്ളത്. അവർക്ക് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോ എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. അതായത് ആ പാരഗ്രാഫിൽ പറയുന്നത്, ഒരാള് തനിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അതിൽ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഓർത്തു നോക്കി, ഒരു ഹോസ്പിറ്റലില് ഒരാള് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ്, അയാളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും തനിച്ച് ചെയ്യുമ്പോൾ എറേഴ്സ് വരണം, അല്ലെ? അപ്പോ അടുത്തിടെ ഒരു പഠനം നടത്തിയ ഒരു അതിൽ മനസ്സിലായ ഒരു കാര്യം എന്താണ് 68% ആളുകൾ പോലും അവരുടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനായിട്ടോ മാറ്റാനായിട്ടോ കഴിയുന്ന ഒരു ആശുപത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓൺലൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിലാണ് പല ആളുകളും പോകുന്നത്, അല്ലെ? പകുതിയിൽ ഭൂരിഭാഗവും ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ എല്ലാ കാര്യങ്ങളും, ആ സോഫ്റ്റ്വെയറിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ടാണ് ഭൂരിഭാഗവും പേഷ്യൻസിന് ഇഷ്ടപ്പെടുന്നത്. അപ്പോ HIS അല്ലെങ്കിൽ HMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാ ഹോസ്പിറ്റലുകൾക്കും വെബ്സൈറ്റുകളുണ്ട്. നമുക്കറിയാലോ, എല്ലാ ഹോസ്പിറ്റലുകൾക്കും അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിലേക്ക് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ചേർക്കാനായിട്ട് സാധിക്കുന്നു. ഈ ഷെഡ്യൂളിംഗ് ഓപ്ഷനിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനും അത് ക്യാൻസൽ ചെയ്യുന്നതിനും മാറ്റങ്ങൾ വരുത്താനായിട്ടും സാധിക്കുന്നു. ഓക്കെ, അപ്പോ ഓരോ ഹോസ്പിറ്റലിലും എന്തുണ്ട്? വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്ക് ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് വേണ്ട അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് അത് ഇനി നമുക്ക് പറ്റിയില്ല, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ആ ഡേറ്റിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നീട് മാറ്റങ്ങൾ വരുത്തിയത് ഓൾട്ടർ ചെയ്ത് നമുക്ക് പിന്നീട് ചിലപ്പോൾ നെക്സ്റ്റ് മന്തിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കോ ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. നമ്മളുടെ ഇഷ്ടമനുസരിച്ച്, പേഷ്യൻസിന്റെ ഇഷ്ടമനുസരിച്ച് ഡോക്ടറെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് വീക്കിലേക്കാണ്, ഏത് ഡേ ആണ്, ഏത് ടൈം ആണ് എന്നൊക്കെ നമുക്ക് ഈ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുവഴി രോഗികൾക്ക് എളുപ്പത്തില് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. രോഗി ഒരു അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തില് രോഗിയുടെ രോഗത്തെ കണക്ട് ചെയ്യുന്നു. ഒരു രോഗി ഫീവർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എന്താണ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഫിസിഷ്യനെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ. അപ്പൊ അറ്റ് ടൈമിൽ രോഗികള് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല വിധത്തില് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആയിട്ട് പറ്റും. കാരണം എന്താ, ഏത് ഡോക്ടറെയാണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ്, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ അറ്റ് ടൈമിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ സിസ്റ്റത്തിനായാലും ആശയക്കുഴപ്പമുണ്ടാക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലെക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പമാണ്. അപ്പൊ ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ലോട്ടുകളായിട്ടാണ് അപ്പോയിന്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ സ്ലോട്ടുകളായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് രോഗിയുടെ റെക്കോർഡ് HMS യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നു. അത് ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഓൺലൈനിലൂടെ ഡോക്ടറായിട്ട് ഷെയർ ചെയ്യുന്നു. ഇനി ചില രോഗികൾക്ക് ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള രോഗികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് നോക്കി ഡോക്ടേഴ്സിനെ ചുമതലപ്പെടുത്തുന്നു. അവര് അങ്ങോട്ട് പോയിട്ട് രോഗിയെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, രോഗികൾക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? വെബ്സൈറ്റിലൂടെ ഓരോ ഹോസ്പിറ്റലിലും അതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഷെഡ്യൂൾ ഓപ്ഷൻ ചേർക്കാൻ പറ്റും. ഷെഡ്യൂളിംഗ് ഓപ്ഷനിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ് അതിനകത്ത് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ.
പിക്ചേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ചു നോക്കാം കേട്ടോ. നോക്കി ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻ അങ്ങനെ വരാറില്ല പിക്ചേഴ്സിന്റെ. Okay, I'm saying now. Okay. Next, patient management module. ആര് വായിക്കും? ആരെങ്കിലും വായിക്കും? Patient management module. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വായിക്കാം. Patient management. After the patient orientation is completed, the patient is shifted to an IPD or OPD. The patient management module of HMS caters to the necessities of the inpatient and outpatient department. It collects and stores the medical history, treatment record, details of their previous visits, upcoming appointments, reports, insurance details, and more. It generates unique admissions numbers for each patient to easily handle admissions, discharges, and transfers. It also builds a comprehensive discharge summary to make sure of smooth discharge. At the same time, it records and generates related documents, examples, consent form for electronic signature. When you begin collecting and storing data on an HMS, default also eliminates the need to get these details on every visit. HMS enables doctors and staff to focus more on the treatment than administrative work. Now, if you wish to automate other activities like patient communication, consider integrating your HMS with marketing automation software.
It will help you to automate communication with the patients and doctors. You can send appointments and lab test reminders or follow-ups and create meaningful, long-lasting relationships. ഓക്കെ, എന്താ മനസ്സിലായ? ചിത്ര വായിച്ചപ്പോ വലിയൊരു പാരഗ്രാഫാണ് അല്ലെ? ഓക്കെ, പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിയുടെ രജിസ്ട്രേഷൻ ഹോസ്പിറ്റലിൽ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവരുടെ വിവരങ്ങൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ പാസ് ചെയ്യും അല്ലെ? രജിസ്ട്രേഷൻ നമ്മളെ പേര് വിവരങ്ങളൊക്കെ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില രോഗികൾ അഡ്മിറ്റ് ആക്കേണ്ടവരുണ്ടാവും, അഡ്മിറ്റ് ആവേണ്ടവരുണ്ടാവും, ചില രോഗികൾ ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ടാവും അല്ലെ? അപ്പൊ IPD-യിലേക്കോ OPD-യിലേക്കോ വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. ഇനി പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളുകൾക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂള് ആണ് എന്ത്? എല്ലാ വിവരങ്ങളും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, പേഷ്യന്റിൻ്റെതായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും അയക്കുന്നത്. ഒരു രോഗിയുടെ സകല ഡീറ്റെയിൽസും പരിശോധിക്കുന്നത് പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളാണ്. ഓക്കെ, ഇനി അതുകൂടാതെ അഡ്മിഷൻ നമ്പർ നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്ന് രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേനും അവർക്ക് എന്താണ്? അവരുടെ UHID അല്ലെ, ഒരു ID നമ്പർ നമുക്ക് തരും. പിന്നീട് ആ ID വെച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ നമ്മൾ ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ID ചോദിക്കാറുണ്ട്, പേര് ചോദിക്കും, അതുപോലെ തന്നെ ID നമ്പറും ചോദിക്കാറുണ്ട് അല്ലെ നമ്മളോട് അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ വരുമ്പോ. ഓക്കെ, ഇനി എന്താപ്പോ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അഡ്മിഷൻ, അതുപോലെ തന്നെ ഡിസ്ചാർജ്, ട്രാൻസ്ഫർ എന്നീ കാര്യങ്ങളും ഈ മൊഡ്യൂളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കൂടിയും ഇതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി മാത്രമല്ല ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ കൺസെന്റ് ഫോമുകളില് രോഗിയുടെ പക്കൽ നിന്ന് ശേഖരിച്ചിട്ട് സിസ്റ്റം അത് ശേഖരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇലക്ട്രോണിക്കലി ഒരു കൺസെന്റ് ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലി നമുക്ക് അത് സമ്മതപത്രം ഈ സിഗ്നേച്ചർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം മാത്രം രോഗിയുടെ വിവരങ്ങൾ നമുക്ക് കൊടുത്താൽ മതി. കൂടെ ഡോക്ടറെ കാണുമ്പോൾ ഇപ്പൊ ഡോക്ടർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്ന് കാണണം എന്ന് പറയുമ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വന്നിട്ട് പിന്നെയും നമ്മൾ കാണുമ്പോൾ പിന്നെയും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ വിവരങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ UHID വെച്ചിട്ട് അവരുടെ പേര് വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പേഷ്യൻസിന്റെ ഹിസ്റ്ററി ഇതിലുണ്ടാവും, ഈ HMS ഉണ്ടാവും അല്ലെ? ഇതുവഴി നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടുന്നതാണ്. അപ്പോ എല്ലാ വിവരങ്ങളും ഡോക്ടറെ വന്ന് കാണുമ്പോൾ നമ്മൾ കൂടെ എല്ലാ വിവരങ്ങളും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന്. ഓക്കെ, അപ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ HMS-ല് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പല ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്രധാന ബെനിഫിറ്റ് എന്നത് പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പേഷ്യൻസിന്റെ UHID-യിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. ഡോക്ടർക്ക് റൂമിൽ ഇരുന്ന് കാണാനായിട്ട് പറ്റും. എല്ലാ വിവരങ്ങളും ഡോക്ടർക്ക് അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. പേഷ്യൻസിന്റെ മൊബൈലില് UHID നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ മൊബൈലിൽ ഒരു അലേർട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അത് കണക്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ആയി എന്നുള്ളത് നമുക്ക് അലേർട്ട് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കാം.
അത് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കാം. Facility management module. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. The facility management module of HMS help you to keep records of bed availability, occupancy status of room with specialized care, and more. It collects all such information and make it easily available to the receptionist. If a hospital has different facilities than an HMS connects them to provide an overall picture. For example, doctors can access the patient data from any hospital. Patients can visit any hospital in the basis of their convenience, as all the records are available online. അപ്പോൾ എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സൗകര്യങ്ങളാണ് അല്ലെ. അപ്പൊ എന്തൊക്കെ സൗകര്യങ്ങളാണ് അതിലുള്ളത് അല്ലെ? കീപ് റെക്കോർഡ് ഓഫ് ബെഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നുണ്ട് അല്ലെ. ബെഡിന്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഒക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് റൂം വിത്ത് സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ. നിലവിൽ എത്ര റൂമുകൾ ഉണ്ട്, എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഇനി സ്പെഷ്യലൈസ്ഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, ഇതൊക്കെയാണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളില് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റിന് ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ തന്നെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിലെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് രോഗിയെ നമ്മൾ മാറ്റുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ കൊടുത്തുവിടേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് എന്താണ് അങ്ങോട്ടേക്ക് നമുക്ക് അയക്കാൻ പറ്റും. അപ്പൊ അവിടുത്തെ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സൗകര്യങ്ങൾ കേട്ടോ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി സ്റ്റാഫ് മാനേജ്മെന്റ്. ഓക്കെ, the staff management module facilitate the concrete solution to HR department. It includes records of hospital staff, job description, service domain, and other important details. It help you to realize your staff without going to a heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of the hospital. ഇനി സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ വാക്കിൽ തന്നെയാണ് അല്ലെ സ്റ്റാഫിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് എന്താണ് ഫയലിൽ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഓൺലൈനിൽ അവരുടെ പേര് വിവരങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും. എന്താണ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് എന്താണ് അല്ലെ, അവരുടെ ജോലി എന്താണ്, അതുപോലെ തന്നെ സർവീസ് ഡൊമൈൻ, അവരുടെ പ്രവൃത്തി പരിചയം എത്രയാണ്, ഇനി ഏതൊക്കെ ജോലിയിലാണ് അവർ ഏർപ്പെടുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ,
അയച്ചു നോക്കിയ ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ അയച്ചു നോക്കാം കേട്ടോ. Next നോക്കാം supply management module. A hospital cannot afford to be short of medical supplies, not having the medicine at the right time or a minor delay in refill can lead to severe result. The supply management factor of the HMS tracks the availability of medical stocks. It helps you determine the minimum quantity of supplies required without any hassles. It records the purchase date, quantity consumed, and the supplier details. This way, you can calculate or forecast the next purchase and reorder before the stock goes short. It also provides the details of the medicine available so that the doctors can prescribe the ones in stock. എന്താണ് സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഓക്കെ,
അപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് നമ്മൾ പഠിച്ചു മെറ്റീരിയൽസ് മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോ മരുന്നുകൾ എന്തൊക്കെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്, എന്തൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, മരുന്നുകളുടെ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റും സൂക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള മരുന്നുകളുടെ എല്ലാ ഡീറ്റെയിൽസുകളും സൂക്ഷിക്കുന്നത് എവിടെയാണ്? സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. മാത്രമല്ല എന്താണ് എത്ര ക്വാണ്ടിറ്റിയിലാണ് മരുന്നുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, സപ്ലയർ ആരാണ്, എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഈ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളില് അല്ലെങ്കിൽ ഈ മൊഡ്യൂളില് ഉൾപ്പെടുന്നുണ്ട്. മെറ്റീരിയൽസുമായിട്ട് അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തിലാണ് ഉൾപ്പെടുന്നത്? സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Financial management factor of an HMS deals with the financial affairs of your hospital. It evaluates the stocks and presents the billing information to the patients. In addition to this, it also records the expenses incurred by the hospital, revenue data, and the other financial details of the hospital. This consolidation saves you trouble of analyzing the numerous file of a record book. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, നമ്മൾ ആ പേരിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ ഹോസ്പിറ്റലിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ബില്ലിംഗ് ഇൻഫർമേഷൻ സൂക്ഷിച്ചു വെക്കാനായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ റവന്യൂ എക്സ്പെൻസ് വിവരങ്ങള് ഇതൊക്കെ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇനി നെക്സ്റ്റ് ആണ് ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ. HMS ഇൻഷുറൻസ് മാനേജ്മെന്റ് component records and stores patient insurance details. On requirement, it presents the policy number, insurance company, and other related information. The software made it easy to retrieve these details, making insurance validation easier. Okay, നിങ്ങൾക്ക് പുറത്തുള്ള സൗണ്ട് വല്ലതുണ്ടോ, ഡിസ്റ്റർബൻസ് ഉണ്ടോ? വരുന്നുണ്ടെങ്കിൽ പറയണോ മിസ്സിനോട്. ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു മാനേജ്മെന്റ് മൊഡ്യൂളാണ് ഇത് ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഒരു പേഷ്യന്റിന്റെ ഇൻഷുറൻസിന്റെ വിശദാംശങ്ങള്, ആവശ്യകതകള്, അദ്ദേഹത്തിന്റെ പോളിസി ഡീറ്റെയിൽസുകള്, കമ്പനിയുടെ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് എന്ത് ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. കിട്ടിയോ? അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇത് ലബോറട്ടറി മാനേജ്മെന്റ്. നോക്കാം എന്താണ് ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. The laboratory management features shows the details of a different lab test patients take. It provides reports when needed and maintenance of all records collectively. The doctors can easily access it. It also notifies the doctors and the patients when the results are ready.
അപ്പൊ എന്താണ് ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഒരു മൊഡ്യൂളാണ് ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂള്. ഇതിനകത്ത് എന്താണ് ഡോക്ടേഴ്സിന് ലാബില് ഓരോ കാര്യങ്ങളും ഓരോ പേഷ്യൻസ് വരും അല്ലെ, പേഷ്യൻസ് എല്ലാ വിവരങ്ങളും വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ HIS-ലൂടെ അല്ലെങ്കിൽ HMS-ലൂടെ ഒക്കെ നമുക്ക് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസിനും ഡോക്ടർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ ഡോക്ടേഴ്സിനും എത്തേണ്ട ഒരു അവരുടെ കൺസൾട്ടേഷൻ റൂമിൽ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, സിസ്റ്റത്തിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എല്ലാ ലാബ് റിസൾട്ടുകളും ലാബ് റിപ്പോർട്ടുകളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സൗകര്യപ്രദമാണ് ഈ മൊഡ്യൂളിലൂടെ. ഓക്കെ, ഇൻഷുറൻസ് ആൻഡ് ലബോറട്ടറി മാനേജ്മെന്റ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ records and stores all the reports generated by the hospital. In the case of financial report, it verifies the performance metrics to check the business profitability. It is also provide the comparison between performance report for different years, and authorized person can access the report at any time. Besides, you can use healthcare dashboards to present in an easy to read format. അപ്പോ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HMS-ന്റെ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിൽ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ലാഭം എത്രയാണ്, അതുപോലെ തന്നെ പോയ വർഷത്തെക്കാട്ടിലും ഇപ്പോഴുള്ള വർഷത്തില് നമുക്ക് ലാഭമുണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് കമ്പാരിസൺ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നേരിട്ട് നമുക്ക് സിസ്റ്റത്തില് പ്രോഫിറ്റ് ഇത്രയാണ് ലോസ് ഇത്രയാണ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് വേറൊരാൾക്ക് അത് കാണുമ്പോൾ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിവരങ്ങള് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്താനായിട്ട് സാധ്യതയുണ്ട്, നമ്മളെ വിവരങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. അതായത് അതെങ്ങനെയാണ്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ വിവരങ്ങളൊക്കെ അവര്
ഡയഗ്രാമിലൂടെയോ ചാർട്ടിലൂടെയോ ഒക്കെ പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പിക്ചേഴ്സുകളായിട്ട് 5 ഡയഗ്രാം അല്ലെങ്കിൽ പിക്ചേഴ്സ് ഡയഗ്രാത്തിലൂടെയൊക്കെ ചാർട്ടിലൂടെയൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറ്റൊരാൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ പകരം നമ്മൾ എഴുതി പ്രോഫിറ്റ് ഇത്രയാണ്, ലോസ് ഇത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുകൊണ്ട് അതിന് പകരമായിട്ട് അങ്ങനെ നമ്മുടെ വിവരങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ്. അതായത് ചാർട്ടിലൂടെയോ അതുപോലെ തന്നെ ഡയഗ്രാമിലൂടെയോ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്ര വരെ മിസ് എടുത്ത് നിർത്തുന്നു കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.